ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ചില ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമുക്ക് നല്ല എനർജി ഉണ്ട്, ചില ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമുക്ക് അത്രമാത്രം എനർജി ഫീൽ ചെയ്യുന്നില്ല. അതിന് എന്തായിരിക്കും റീസൺ? അതിന് എല്ലാറ്റിനും റീസൺ ആയിട്ടുള്ള ഓരോ ഭക്ഷണത്തിലും അടങ്ങിയിരിക്കുന്ന ഗ്ലൈസീമിക് ഇൻഡെക്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോണത്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഇന്ത്യയുടെ സ്റ്റേപ്പിൾ ഫുഡ് എന്ന് പറയുന്നത് അരിയാണ്. എസ്പെഷ്യലി മലയാളികളെ സംബന്ധിച്ച് അരിയാഹാരം കഴിക്കാൻ എല്ലാവർക്കും താല്പര്യമുള്ള ഒരു കാര്യം കൂടിയാണ്. പക്ഷേ നമ്മളിൽ പല ആളുകളോടും ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്യുന്നത് നിങ്ങൾ അരിയാഹാരം കുറയ്ക്കൂ എന്നാണ്. അതിന്റെ റീസൺ ഇത്രയേ ഉള്ളൂ. അരിയാഹാരത്തിലായാലും അതുപോലെ തന്നെ കിഴങ്ങ് വർഗ്ഗങ്ങളിലായാലും ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് വളരെ വലിയൊരു കോംപ്ലക്സ് മെറ്റീരിയൽ ആയതുകൊണ്ട് നമ്മുടെ ബ്ലഡിലേക്ക് ഡയറക്റ്റ് ആയിട്ട് അതിനെ അബ്സോർബ് ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ കാർബോഹൈഡ്രേറ്റ് ഫുഡ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്ത് ഡൈജഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ് കഴിയുമ്പോഴേക്കും കാർബോഹൈഡ്രേറ്റ് ഫുഡ് മുഴുവനായിട്ടും ഏറ്റവും സിമ്പിൾ ഫോം ആയിട്ടുള്ള ഗ്ലൂക്കോസ് മോളിക്യൂൾസിലേക്ക് കൺവേർട്ട് ആവും. സോ ഈ ഗ്ലൂക്കോസ് മോളിക്യൂൾ ഈസിലി ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്ത് എടുക്കപ്പെടുന്ന ഒരു വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ആണ്. സോ ഓരോ ഗ്ലൂക്കോസ് മോളിക്യൂളിൽ നിന്നും നമുക്ക് ധാരാളം എനർജി ലഭിക്കുന്നുണ്ട്. ഇതുകൊണ്ടാണ് പറഞ്ഞത് ചില ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് നല്ല എനർജി ഉണ്ടാവുന്നു. ദാറ്റ് ഇസ് ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള ഭക്ഷണം നമ്മൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് ധാരാളം എനർജി ഉണ്ടാവുന്നു. പക്ഷേ ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു എനർജി ഫീൽ ചെയ്യില്ല. അപ്പൊ എന്താണ് ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് നമുക്ക് നോക്കാം. ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഒരു മെഷർമെന്റ് ആണ്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് ഫോം ചെയ്യപ്പെടുന്ന ഗ്ലൂക്കോസ് മോളിക്യൂൾസ് ബ്ലഡ് സ്ട്രീമിലേക്ക് എൻ്റർ ചെയ്തതിനു ശേഷം ബ്ലഡിലുള്ള ഗ്ലൂക്കോസിന്റെ അളവിൽ വരുത്തുന്ന മാറ്റത്തിനെ അളക്കുന്നതാണ് ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറയുന്ന മെഷർമെന്റ്. ചില ആഹാരം നമ്മൾ കഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് എനർജി ഫോം ചെയ്യുന്നു എന്ന് നമുക്ക് തോന്നാറുണ്ട്. അതിന്റെ റീസൺ ആയിട്ടുള്ളത് ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള ഭക്ഷണം നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് എനർജി വരും. ഫോർ എക്സാമ്പിൾ വൈറ്റ് ബ്രെഡ്, അതുപോലെ തന്നെ ക്യാൻഡീസ്, ബേക്കറി സാധനങ്ങൾ, ഷുഗർ, സ്വീറ്റ്സ്, ഇതൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് എനർജി വരും. കാരണം ഈ ഭക്ഷണത്തിലൊക്കെ ധാരാളം അടങ്ങിയിരിക്കുന്നത് ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ആണ്. നമ്മൾ ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എങ്ങനെയാണോ നമുക്ക് എനർജി പെട്ടെന്ന് വരുന്നത്, അതേപോലെ തന്നെ പെട്ടെന്ന് എനർജി ലെവൽ കുറയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇവർക്ക് കൂടുതൽ വിശപ്പുണ്ടാവാനും വീണ്ടും വീണ്ടും ഭക്ഷണം കഴിക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി വരികയും ചെയ്യും. അതുകൊണ്ടാണ് ഒബീസിറ്റി, അതുപോലെ തന്നെ ടൈപ്പ് 2 ഡയബറ്റീസിലേക്കൊക്കെ ആളുകൾ പെട്ടെന്ന് വഴുതി വീഴാനായിട്ടുള്ള ഒരു റീസൺ. കാരണം ഇന്നത്തെ എല്ലാ ലൈഫ് സ്റ്റൈൽ ഡിസീസസും ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ടുവരുന്ന ഡിസീസസ് ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഡയബറ്റിക് പേഷ്യൻസ് ആയാലും അല്ലെങ്കിൽ ഡയബറ്റീസ് വരാൻ സാധ്യതയുള്ള ആളുകൾ, അതുപോലെ തന്നെ ഒബീസ് ആയിട്ടുള്ള ആളുകളൊക്കെ തീർച്ചയായിട്ടും ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള ആഹാരം കഴിക്കുന്നതായിരിക്കും ഏറ്റവും സൂട്ടബിൾ ആവുക. ഹോൾ ഗ്രെയിൻസ്, അതുപോലെ തന്നെ സോയാബീൻ, ഇതിലൊക്കെ ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ആണ് ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലൊക്കെ ഉള്ളത്. സോ ഗ്ലൈസിമിക് ഇൻഡെക്സിന്റെ ഗ്രേഡിംഗ് എന്ന് പറയുന്നത് 0 to 100 ആണ്. 0 to 58 വരെയുള്ളത് ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. 59 to 70 വരെയുള്ളത് മീഡിയം ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള ഫുഡായിട്ടും 70 ആൻഡ് എബവ് പോകുന്നത് ഹൈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള ആഹാരമായിട്ടാണ് കണക്കാക്കുന്നത്. സോ ഏറ്റവും സേഫ് എന്ന് പറയുന്നത് ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവുള്ള ഭക്ഷണം കഴിക്കുന്നതായിരിക്കും. എസ്പെഷ്യലി ഡയബറ്റിക് പേഷ്യൻസിനും വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇത് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആയിരിക്കും. പൊതുവെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അരിയാഹാരത്തിൽ ധാരാളം ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ളത് കൊണ്ടാണ് ഡോക്ടേഴ്സ് നമ്മുടെ അടുത്ത് അരിയാഹാരം കുറയ്ക്കാനായിട്ട് പറയാറ്. പക്ഷെ നമ്മൾ കഴിക്കുന്ന അരിയാഹാരം ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് നമുക്ക് ലഭിക്കുകയാണെങ്കിലോ, എനിക്ക് അങ്ങനെ ഒരു പ്രോഡക്റ്റ് ലഭിച്ചു, ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള അരി ലഭിച്ചു. അപ്പൊ അതിനെ കുറിച്ചിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ അടുത്ത് ഡിസ്കസ് ചെയ്യാം. ടിൽ ദെൻ ബൈ, താങ്ക് യു.